السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ലോകത്തെ കൊച്ചു രാജ്യമാകുന്ന ന്യൂസിലാൻഡ് ലോകത്തെ മുഴുവൻ രാജ്യങ്ങൾക്കും വലിയ മാതൃകയായി തീവ്രവാദവും ഭീകരവാദവും കൈകാര്യം ചെയ്യുന്നിടത്ത് വീഴ്ച വരുത്തുന്ന ലോക രാഷ്ട്രത്തലവന്മാർക്ക് വലിയ പാഠമാകുന്ന ഒരു ദുഃഖവെള്ളിയാഴ്ച സമ്മാനിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മാർച്ച് 15-ാം തീയതി കഴിഞ്ഞുപോയത്. ജസിന്ത ആർഡേൺ എന്ന് പറയുന്ന ന്യൂസിലാൻഡിലെ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി ലോകത്ത് ഏറെ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ന്യൂസിലാൻഡ് എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യത്തെ വളരെ ചെറിയ ന്യൂനപക്ഷമാകുന്ന മുസ്ലിം സമുദായം അവിടുത്തെ ചർച്ച് സ്ട്രീറ്റ് എന്ന പ്രദേശത്തുള്ള പള്ളികളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാക്ക് സംഗമിച്ചപ്പോഴാണ് തത്സമയം ഓൺലൈനിലും സോഷ്യൽ മാധ്യമങ്ങളിലും ലൈവ് ചെയ്തുകൊണ്ട് അതിക്രൂരമായി 50ഓളം വരുന്ന ആരാധനയ്ക്ക് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ജുമാക്ക് വേണ്ടി വന്ന പാവപ്പെട്ട വിശ്വാസികളെ സമാനതകളില്ലാത്ത ക്രൂരതയ്ക്കിരയാക്കി ക്രൂരമായി കൊന്നൊടുക്കിയത്. മരണപ്പെട്ട എണ്ണത്തിലേറെ ഗുരുതരമായി പരിക്കുപറ്റി ധാരാളം ആളുകൾ ഹോസ്പിറ്റലുകളിലാണ്. അള്ളാഹു അവർക്കൊക്കെ സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ, ക്ഷമ അള്ളാഹു പ്രദാനം ചെയ്തു കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ന്യൂസിലാൻഡിലെ വൃണിതരായ മാനസിക പ്രയാസം അനുഭവിക്കുന്ന സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ നേതാക്കളൊക്കെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഈ ഒരു സംഭവം ലോകത്ത് നിന്ന് നൽകുന്ന ധാരാളം മെസ്സേജുകളുണ്ട്. തീവ്രവാദികൾ, മുസ്ലിമീങ്ങളെല്ലാവരും തീവ്രവാദികളല്ല. പക്ഷെ തീവ്രവാദികളെല്ലാം മുസ്ലിമീങ്ങളിൽ നിന്ന് മാത്രമാണെന്ന് പലപ്പോഴും ഇസ്ലാമോഭിയ ബാധിച്ച ഇസ്ലാമിന്റെ ശത്രുക്കളാകുന്ന പാശ്ചാത്യരടക്കമുള്ള ആളുകൾ പലപ്പോഴും പ്രചരിപ്പിക്കാറുണ്ട്. ആ വാദം തികച്ചും തെറ്റാണെന്ന് ചിലപ്പോഴൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടെ ശക്തമായി ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഉള്ളത്. ഫാസിസത്തിനും വർഗീയതക്കും നാസിസത്തിനും വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനും വെറുപ്പിന്റെ മതത്തിനും ഒരൊറ്റ മുഖമേയുള്ളൂ. അതിന് ഇസ്ലാമിന്റെ മുഖമില്ല, ക്രിസ്ത്യാനിറ്റിയുടെ മുഖമില്ല, ഹൈന്ദവതയുടെ മുഖമില്ല. അതിന് ഏതെങ്കിലും ഒരു മതത്തിന്റെ മുഖം ഒരിക്കലും ചാർത്തിക്കൊടുക്കാൻ കഴിയില്ല. ഫാസിസത്തിന്റെയും നാസിസത്തിന്റെയും വെറുപ്പിന്റെ മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ മുഖമെന്ന് പറയുന്നത് വെറുപ്പിന്റെ മുഖം മാത്രമാണ്. അടങ്ങാത്ത പകയുടെ മാത്രം മുഖമാണ്. ആശയപരമായി തോൽക്കുന്നിടത്തു നിന്ന് മാത്രമാണ് വെറുപ്പിന്റെ രാഷ്ട്രീയവും വെറുപ്പിന്റെ മതവും അല്ല, വെറുപ്പിന്റെ ഫാസിസവും നാസിസവും വർഗീയതയും ഒക്കെ ലോകത്ത് രൂപപ്പെടുന്നത് എന്ന് ചരിത്രത്തിലെ ഇതിന് സമാനമായ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത് വളരെ വളരെ പോസിറ്റീവായി അല്ലെങ്കിൽ വളരെ ക്രിയാത്മകമായി ഇരകളുടെ മനസ്സിലെ ടെൻഷനുകളെ തുടച്ചു നീക്കാൻ പോന്ന വളരെ മാതൃകാപരമായ നീക്കങ്ങളാണ് ജസിന്ത ആർഡേൺ എന്ന് പറയുന്ന ന്യൂസിലാൻഡിലെ ഭരണാധികാരി, പ്രധാനമന്ത്രി, അവരുടെ നേതൃത്വത്തിൽ അവിടുത്തെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഈ ഒരു സമാനതകളില്ലാത്ത അതിക്രൂരമായ ഭീകരാക്രമണം നടന്നപ്പോ, ഭീകരാക്രമണങ്ങൾ മുസ്ലിം നാമധാരികളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ 1000 കുരകൾ കുരക്കുന്ന ഭരണാധികാരികൾക്ക് ഇതിനെ ലാഘവത്തോട് മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. ലോകമാധ്യമങ്ങൾ ഒരു ദിവസത്തെ വാർത്തയിൽ മാത്രം ഒതുക്കി ലഘൂകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. റൊണാൾഡ് ട്രംപ് പോലും പറഞ്ഞു വെള്ളക്കാരനില്ലെന്നതുണ്ടാവില്ല എന്ന്. പക്ഷേ അതൊരു മാനസിക രോഗിയായിരിക്കാമെന്ന്. മുസ്ലിം സമുദായത്തിനെതിരെ നടക്കുന്ന ഇതുപോലത്തെ ക്രൂരഹിത്യങ്ങളെ വളരെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഭീകരവിരുദ്ധതയുടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ലോകത്ത് കുരക്കുന്ന ആളുകളുടെയൊക്കെ കുരക്കും ആഹ്വാനങ്ങൾക്കൊക്കെ ശക്തി കുറവുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ആ രാജ്യം, ന്യൂസിലാൻഡ് രാജ്യം, ഇരകളാകുന്ന ന്യൂനപക്ഷമാകുന്ന മുസ്ലിം സമുദായത്തോട് എങ്ങനെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്ന് ലോകരാജ്യങ്ങളിലെ ഭരണാധികാരികൾ കാണട്ടെ, പഠിക്കട്ടെ. പഠിക്കാൻ ധാരാളമുണ്ട് ന്യൂസിലാൻഡിൽ നിന്ന്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടുത്തെ ഭരണാധികാരി ചെയ്തത്
ആ അക്രമിയായ ക്രൂരനായ ആ വെറുപ്പിന്റെ വംശഹത്യയുടെ പേരിൽ അത്രയും ക്രൂരത ചെയ്യാൻ ശ്രമിച്ച ആ ചെറുപ്പക്കാരൻ തന്റെ അവിടുത്തെ പ്രധാനമന്ത്രിക്കും ലോകത്തിനും അയച്ച മാനിഫെസ്റ്റോയുണ്ട്. ആ മാനിഫെസ്റ്റോ ലോകത്തോട് പറഞ്ഞത് മുഴുവനും ഹിറ്റ്ലർ പറഞ്ഞതാണ്. ലോകത്തെ നാസികളുടെ നായകനും ഹിറ്റ്ലറും ലോകത്ത് നാസികളോടൊപ്പം ഫാസിസ്റ്റുകളും ലോകത്ത് പ്രചരിപ്പിക്കുന്ന ഓരോ മാനിഫെസ്റ്റോ തന്നെയാണ് ആ ചെറുപ്പക്കാരനും അവിടുത്തെ പ്രധാനമന്ത്രിക്ക് പോലും അയച്ചു കൊടുത്തത്. എന്താണ് അവിടെ പറഞ്ഞത്? ഞാൻ യൂറോപ്യനാണ്, ഈ അതിർത്തിക്കുള്ളിൽ യൂറോപ്യർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ, ഞാൻ വെള്ളക്കാരനാണ്. വംശവെറിയുടെയും അതുപോലെ തന്നെ അടങ്ങാത്ത വെറുപ്പിന്റെയും മെസ്സേജുകൾ അയച്ചുവെങ്കിൽ ആ മനോഭാവത്തിനെതിരെയാണ് ആ പ്രധാനമന്ത്രിയും രാജ്യവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ക്രൂരതയ്ക്ക് പ്രേരിപ്പിച്ചത്? വംശീയമായ വാദഗതികളാണെങ്കിൽ ന്യൂസിലാൻഡിൽ വംശീയതയ്ക്ക് സ്ഥാനമില്ല എന്ന മെസ്സേജാണ് ആ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാജ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രധാനമന്ത്രി പറഞ്ഞു, പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ആ പാവപ്പെട്ട ഇരകളായ ആ മരണപ്പെട്ട കുടുംബാംഗങ്ങളെ സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞു, രണ്ടിലേറെ തവണയും തലസ്ഥാനത്ത് നിന്ന് അവിടെ ഓടിയെത്തിയിട്ട് ആ ജസിന്ത ആർഡോൺ പറഞ്ഞത് എന്താണ്? സഹോദരന്മാരെ, ഈ ആളുകൾ അഫ്ഗാനികളാണ്, അവർ ഇന്ത്യയിൽ നിന്ന് വന്നവരാണ്, അവർ സൊമാലിയയിൽ നിന്ന് വന്നവരാണ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുടിയേറ്റക്കാരായി സ്വന്തം നാട്ടിലും പരിസരത്തും ജീവിക്കാൻ പൊറുതിമുട്ടിയപ്പോ സ്വസ്ഥതയും സമാധാനവും കാംക്ഷിച്ചുകൊണ്ട് ന്യൂസിലൻഡ് എന്ന് പറയുന്ന ഈ പ്രദേശത്തേക്ക് എത്തിച്ചേർന്ന ആ കുടിയേറ്റക്കാരായ ആളുകൾ അവർ ഒരിക്കലും അന്യരല്ല, അവർ ഞങ്ങളിലും ഞങ്ങൾ അവരിലും പെട്ടവരാണ് എന്ന് അതെ കുടിയേറ്റത്തിനെ വിമർശിച്ചുകൊണ്ട് വംശീയമായ ദേശീയപരമായ സങ്കുചിതമായ മതിൽക്കെട്ടുകൾ തീർത്ത് ആധുനിക ലോകത്ത് മാനവികതയും മനുഷ്യാവകാശത്തെക്കുറിച്ചും വാചാലരാവുന്ന പിശാചിന്റെ വേദമോത്തുകാർക്ക് കൃത്യമായ മറുപടിയാണ് ജസീന്ത ആർഡൻ നൽകിയത്. ആ പ്രധാനമന്ത്രി പറഞ്ഞു, അവർ ഇന്ത്യക്കാരാവാം, അവർ സൊമാലിയക്കാരാവാം, അവർ മലേഷ്യയിൽ നിന്നും അല്ലെങ്കിൽ അഫ്ഗാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമൊക്കെ വന്നവരാകാം, പക്ഷേ നമ്മുടെ രാജ്യത്ത് താമസിക്കുന്നവർ നമ്മുടെ നാട്ടുകാരും നമ്മൾ അവരിൽപ്പെട്ടവരുമാണ്. അവരെ അന്യവൽക്കരിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല. ഈ രാജ്യത്ത് അങ്ങനത്തെ ആളുകൾക്ക് സ്ഥാനമില്ല. രണ്ടാമത് ജസീന്ത ആർഡൻ ലോകത്തിന് നൽകിയൊരു മെസ്സേജ് എന്താണ്? ഇതുപോലത്തെ തീവ്രവാദ ഫാസിസ്റ്റ് നാസിസ്റ്റ് ടെററിസ്റ്റ് മനോഭാവമുള്ള വംശീയ വൈരാഗ്യത്തിന്റെ പ്രതീകങ്ങളായ ആളുകളെ നയിക്കുന്നത് ഇസ്ലാമോഫിയായിരിക്കാം. അതെ, മുസ്ലിം സംസ്കാരത്തോട് ഇസ്ലാമിക സംസ്കൃതിയോടുള്ളാത്ത ഒടുങ്ങാത്ത വെറുപ്പാണെങ്കിൽ ഈ രാജ്യത്ത് അതിന് സ്ഥാനമില്ല. അതുകൊണ്ടാണ് പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും ഇസ്ലാമിനെതിരെ ഉറിഞ്ഞുതുള്ളുന്ന വലതുപക്ഷ ഫാസിസ്റ്റുകളിൽ നിന്നുണ്ടാവാറുള്ളത് ഹിജാബിനെതിരെയുള്ള പ്രചാരണങ്ങളാണ്. അതിനോട് അവർക്ക് വലിയ വെറുപ്പാണ്. അതെ, മുസ്ലിം സമുദായം ധരിക്കുന്ന അവരുടെ മതം അവരെ പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ മതം അനുശാസിക്കുകയും ചെയ്യുന്ന ശിരോവസ്ത്രത്തോടാണോ ഈ വെറുപ്പിന്റെ ഫാസിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് വെറുപ്പെങ്കിൽ ആ വെറുപ്പ് ഈ രാജ്യത്ത് വില പോവില്ല. പ്രധാനമന്ത്രി തന്നെ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് പർദ്ദ ധരിച്ചുകൊണ്ട് ഇരകളുടെ മുന്നിൽ വന്ന് ആ സമൂഹത്തിന് സമാധാനം നൽകുന്നു. ഇതാ, ഈ രാജ്യത്ത് നിങ്ങൾ ധരിക്കുന്ന പർദ്ദക്ക്, നിങ്ങൾ അണിയുന്ന മൂടുപടത്തിന്, നിങ്ങൾ അണിയുന്ന ഹിജാബിന് പ്രാധാന്യമുണ്ട്. ഇസ്ലാമിക സംസ്കൃതിയോട് ഉള്ള വെറുപ്പാണോ ഈ ക്രൂരതയ്ക്ക് പ്രേരിപ്പിച്ചതെങ്കിൽ കഴിഞ്ഞ ദിവസം പാർലമെന്റ് സമ്മേളിച്ചപ്പോ ന്യൂസിലാൻഡിന്റെ പാർലമെന്റ് തുടങ്ങിയത് ആ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത അവിടുത്തെ പ്രധാനമന്ത്രി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം തുടങ്ങിയത്, പ്രസംഗം അവസാനിപ്പിച്ചത്. അതുമാത്രമല്ല, ആ പാർലമെന്റിന്റെ ആരംഭത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 153 മുതൽ 156 വരെയുള്ള ആയത്തുകൾ ഓതിക്കൊണ്ട് ആരോധുകയായിരുന്നു. ആ രാജ്യത്തെ പ്രമുഖനായ ഒരു പള്ളിയിലെ ഇമാമ് വന്ന് പാർലമെന്റിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തിരുന്നു കൊണ്ട് ഓതുകയുണ്ടായി. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത ഇന്നല്ലാഹ മഅസ്സാബിരീൻ വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാതും ബൽ അഹ്യാഹും വലാകിൻ ലാ തശ്ഉറൂൻ
വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതെ, വൃദ്ധരായ, പീഡനമേറ്റുവാങ്ങിയ, അംഗങ്ങളെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ, ജീവിതത്തിന്റെ പ്രതീക്ഷയാകുന്ന ഉപ്പയെ നഷ്ടപ്പെട്ടവർക്ക്, ഭർത്താവിനെ നഷ്ടപ്പെട്ടവർക്ക്, അതെ ഭാര്യയെ നഷ്ടപ്പെട്ടവർക്ക്, കൊച്ചു കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവർക്ക്, വലിയുപ്പയെ നഷ്ടപ്പെട്ടവർക്ക്, അതെ ഓ ബ്രദർ, അല്ലയോ സഹോദര എന്ന് പറഞ്ഞ് കൊലയാളിയുടെ മുന്നിലേക്ക് സ്നേഹത്തിന്റെ വചനമൊഴിവിട്ട് കടന്നു വന്ന വന്യവയോധികന്റെ ഇടനെഞ്ചിലേക്ക് പോലും ആ കാഞ്ചു വലിച്ചുകൊണ്ട് ക്രൂരമായി കൊല ചെയ്ത കൊലയാളി, ആ കൊലയാളിക്ക് ഇരയായ ആ പ്രായമുള്ളവരും കുട്ടികളും ഭർത്താവും ഭാര്യയും പിതാവും ഉപ്പാപ്പയും ഒക്കെ മരണപ്പെട്ട ആ കുടുംബങ്ങൾക്ക് സമാധാനം നൽകുന്ന, ഏത് മുസീബത്ത് ബാധിച്ചാലും ഒരു വിശ്വാസി നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട വിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട്, അവിടുത്തെ മറ്റൊരു ഇമാമത് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട്, മരിച്ച ആളുകൾക്കൊക്കെ ദുആ ചെയ്തുകൊണ്ട് അവരെ രക്തസാക്ഷികളിൽ പെടുത്തണ എന്ന പ്രാർത്ഥനയ്ക്ക് ന്യൂസിലാൻഡ് പാർലമെന്റിലെ മതഭേദമന്യ സർവ്വ ആളുകളും അവിടെ ആമീൻ പറയുന്നത് നമുക്ക് മാധ്യമങ്ങളിലൂടെ കേൾക്കാൻ കഴിഞ്ഞു. എന്തൊരു സന്തോഷമുണ്ട് സഹോദരന്മാരെ. അതുമാത്രമായിരുന്നില്ല അവരുടെ പ്രഖ്യാപനം ഉണ്ടായത്. ഇന്നത്തെ വെള്ളിയാഴ്ച ന്യൂസിലാൻഡിൽ അവിടുത്തെ പള്ളിയിൽ വില്ലിംഗ്ടണിലും അതുപോലെ പരിസരത്തും ജോലി ചെയ്യുന്ന എന്റെ സുഹൃത്തുക്കളായ 2 സഖാഫിമാരുണ്ട്. അബ്ദുൽ ഖാദർ സഖാഫിയും അതുപോലെ സുബൈർ സഖാഫിയും ഒന്നിച്ച് മർക്കസിൽ പഠിച്ച 2 സുഹൃത്തുക്കളാണ്. അബ്ദുൽ ഖാദർ സഖാഫിയുടെ വോയിസ് ഇന്ന് രാവിലെ വന്നു അദ്ദേഹത്തിന്റെ വാട്സപ്പിൽ നിന്ന്. ഇന്നത്തെ അവിടെ ജുമാ കഴിഞ്ഞിരിക്കുന്നു. കാരണം സൂര്യോദയം വളരെ നേരത്തെ നടക്കുന്ന പ്രദേശമാണ് ന്യൂസിലാൻഡും ഫിജിയും ഒക്കെ. അവിടെ ജുമാ നേരത്തെ രാവിലെ തന്നെ 8 മണി സമയത്തായപ്പോഴേക്കും ജുമാ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ 8 മണി സമയം. ജുമാ ഇന്ന് വല്ലാത്തൊരു വെള്ളിയാഴ്ചയാണ് അവിടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച ആ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു ദുഃഖ വെള്ളിയാഴ്ചയായി എന്നും സ്മരിക്കപ്പെടുമെങ്കിൽ ഇന്നത്തെ വെള്ളിയാഴ്ചയുടെ ഒരു പ്രത്യേകത ഇസ്ലാമോപിയക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക സംസ്കാരത്തോട്, ഇസ്ലാം എന്ന വളരുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന, എന്നും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ മതത്തിന്റെ വളർച്ചയോട് വെറുപ്പുള്ളവർക്ക് ഈ രാജ്യത്ത് സ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജുമാ ബാങ്ക് ദേശീയ ചാനലുകളിലൂടെ അവിടുത്തെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ചെവിയിലേക്ക് എത്തിച്ച് സംപ്രേഷണം ചെയ്തിരിക്കുകയാണ്. ഈ ബാങ്കിനോടാണ് വെറുപ്പെങ്കിൽ ഇതിവിടെ നടന്നുകൊണ്ടിരിക്കും. അതിനു പുറമെ ഇന്നത്തെ അദ്ദേഹം പറയുകയുണ്ടായി, ഇന്നത്തെ ജുമാ നിസ്കാരം, ജുമാക്ക് മുസ്ലിമീങ്ങൾ പള്ളിയിൽ വന്നപ്പോ പള്ളിക്ക് പുറത്ത് ഗാർഡനുകളിലും തെരുവുകളിലും ആ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. സഹോദരിമാർ, അന്യമതസ്ഥരായ സഹോദരിമാർ സ്കാർഫും ഹിജാബും ധരിച്ച് പള്ളിയുടെ പുറത്ത് നിങ്ങളെ ഇവിടെ ആരും തൊടില്ല, ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം, നിങ്ങളെ ഞങ്ങളോട് ചേർത്ത് പിടിക്കാൻ ഞങ്ങളുണ്ട് എന്ന മെസ്സേജ് നൽകിയിട്ട് ഇന്ന് മുഴുവൻ പള്ളികളുടെ പരിസരത്തും എല്ലാ ജാതി ജനങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. പറയപ്പെട്ട സഹോദരന്മാരെ, മർക്കസിൽ നിന്ന് പഠിച്ച സഖാഫിമാർ ധാരാളം അവിടെയുണ്ട്. ബഹുമാന്യരായ കാന്തപുരം ഉസ്താദ് വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ തലസ്ഥാനമായി വില്ലിംഗ്ടണിൽ ഒരു ഗ്രാൻഡ് മോസ്കിന് കുറ്റിയടിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ലോകത്ത് വിശുദ്ധ ഇസ്ലാം കാണിച്ചു തന്ന സമാധാനത്തിന്റെ പാരമ്പര്യത്തിന്റെ ഒരു മാതൃക തന്നെയാണ് ജസീന്ത ആൻഡേനും ലോകത്തിന് പഠിപ്പിച്ചത്. ഇവിടെ ഒറ്റ സംഭവം മാത്രം ഞാൻ പറയാം. ഒരു രാജ്യത്തിന്റെ പരിധിക്കുള്ളിൽ ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് എത്രമാത്രം പരിഗണന കൊടുക്കണമെന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഖലീഫമാരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. 3ാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് സഹോദരന്മാരെ റുഫ ഇബ്നു മിഹ്റാൻ എന്ന് പറയുന്ന ആമിർ ഇബ്നു അബ്ദുള്ള തൈമി എന്ന് പറയുന്ന താബിഈങ്ങളിൽ പ്രമുഖനായ മഹാൻ, അദ്ദേഹം ഒരു വഴിയിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. 3ാം ഖലീഫയുടെ ഭരണകാലമാണ്. അന്ന് അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പാവപ്പെട്ട ഇതര മതക്കാരനായ മനുഷ്യനെ വലിച്ച് നിർബന്ധിപ്പിച്ചു കൊണ്ടുപോവുകയാണ്. പ്രയാസപ്പെടുത്തി കൊണ്ടുപോകുന്നത് കണ്ടപ്പോ അദ്ദേഹം ഇങ്ങനെ നിലവിളിക്കുന്നുണ്ട്, അജീറൂനി അജാറക്കുമുള്ള, എനിക്ക് നിങ്ങൾ അഭയം നൽകണം, അള്ളാഹു നിങ്ങൾക്ക് അഭയം നൽകും. അജീറൂ ദിമ്മത്ത നബിയുക്കും യാ മഅ്ശറൽ മുസ്ലിമീൻ, നിങ്ങളുടെ പ്രവാചകൻ അഭയം നൽകിയ
ദിമ്മിയായ അഥവാ ഇസ്ലാമിക ഭരണകൂടത്തെ അവിടുത്തെ രാജ്യത്തിന്റെ നിയമങ്ങളെ മാനിച്ചുകൊണ്ടും മുസ്ലിമീങ്ങളോട് ശത്രുതയില്ലാതെ നികുതി അടച്ച് നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് ജീവിക്കുന്ന ആളുകളുണ്ട്. അഥവാ ഒരു രാജ്യത്തിന്റെ നിയമം, അത് നമ്മുടെ രാജ്യമായാല് ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. ആ നിയമങ്ങൾ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു അവിടുത്തെ ഇതര ന്യൂനപക്ഷങ്ങളായ ആളുകൾ, അതാണ് ദിമ്മി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിമ്മി നിങ്ങളുടെ പ്രവാചകൻ അഭയം നൽകിയതാണ്. എനിക്ക് നിങ്ങൾ അഭയം നൽകൂ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ റുഫൈ ഇബ്നു മിഹ്റാൻ ഇടപെട്ടു. എന്താണ് നിന്റെ പ്രശ്നം? എന്തിനാണ് നീ ഇയാളെങ്ങനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത്? ഒരു ഭീകരവാദിയിൽ നിന്നല്ല, ആ രാജ്യത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നത് കണ്ടപ്പോ ചോദിച്ചു, എന്തിനാണ് നീ ഇങ്ങനെ കൊണ്ടുപോകുന്നത്? പോലീസിന്റെ മുദീർ അഥവാ വേണമെങ്കിൽ DIGയോ അല്ലെങ്കിൽ SP ഒക്കെ വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ, അയാളുടെ വീട് അടിച്ചു വരാനാണ് ഇയാളെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, നിനക്കിഷ്ടമുള്ള ജോലിയാണോ അത്? ഇല്ല, എന്റെ കുടുംബത്തെ പോറ്റാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് എനിക്ക് ആ ജോലി ഒരു മാന്യമായ ജോലിയായി കാണുന്നില്ല. അതുകൊണ്ട് മഹാനായ ആമിർ ബിൻ അബ്ദുള്ള തൈമി പറഞ്ഞു, അദ്ദേഹത്തെ മോചിപ്പിക്കൂ, അദ്ദേഹത്തെ വിടൂ, അദ്ദേഹത്തിന് നീ. എന്നിട്ട് പോലീസുകാരൻ അതിന് കൂട്ടാക്കാതിരുന്നപ്പോ മഹാനവറുകളുടെ ഷാള് കൊണ്ട് ആ ദിമ്മിയായ ന്യൂനപക്ഷ അംഗമാകുന്ന അദ്ദേഹത്തെ ഷാള് കൊണ്ട് ഇങ്ങോട്ട് പൊതിഞ്ഞിട്ട് വലിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ലാ തുഗ്ഫറു ദിമ്മത്തു നബിയിനാ അന ഹയ്യ്. ഞാനിവിടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ രാജ്യത്ത് ഒരു ന്യൂനപക്ഷത്തിനും അദ്ദേഹത്തിന് ഇസ്ലാം കൊടുത്ത പരിഗണന പൊളിക്കാൻ സമ്മതിക്കില്ല. ജനങ്ങളുടെ സഹായത്തോടെ പോലീസുകാരിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കുന്ന ഒരു സംഭവം കാണാം. അത് കാരണം മഹാനായ ആമിർ ബിൻ അബ്ദുള്ള തൈമി റളിയല്ലാഹു അൻഹുവിനെതിരെ കള്ളക്കേസുകൾ ഉണ്ടാക്കി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിലെത്തിച്ച സംഭവമുണ്ട്. കോടതികളിൽ നിന്നൊക്കെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വെറുതെ വിട്ടപ്പോഴും അദ്ദേഹത്തെ അവർ വെറുതെ വിട്ടില്ല. അവസാനം കിംവദന്തികൾ പരത്തി അവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോ ഒരു ന്യൂനപക്ഷ അംഗത്തിന് വേണ്ടി സംരക്ഷണം കൊടുക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിർത്തേണ്ടടുത്ത് നിർത്തിയപ്പോ ആമിർ ബിൻ അബ്ദുള്ള തൈമിയ്ക്ക് ഷാമിലേക്ക് താമസം മാറ്റേണ്ടി വന്നു. സഹോദരന്മാരെ, അത് മറ്റൊരു വിഷയമാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പറഞ്ഞു വരുന്നത്, ഇവിടെ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. മഹാനായ അതാ ഇബ്നു അബീ റവാഹ് എന്ന താബിഈങ്ങളിൽ പെട്ട മറ്റൊരു പണ്ഡിതനുണ്ട്. സിറിയയിലെ ഡമസ്കസ് എന്ന് പറയുന്ന ഇസ്ലാമിക ഖിലാഫത്തിന്റെ കേന്ദ്രമാകുന്ന ഹിശാം ബിൻ അബ്ദുൽ മലിക് ഭരണം നടത്തുന്ന കാലത്ത് അവിടെ ചൊല്ലുകയാണ് ഭരണാധികാരിയെ കാണാൻ. ഭരണാധികാരി ഒരു ഫക്കീറിന്റെ വേഷത്തിൽ വന്ന കഴുതപ്പുറത്ത് വന്ന ആ മഹാനായ പണ്ഡിത പ്രതിഭയെ കൊട്ടാരത്തിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോയി ആനയിച്ച് തന്റെ സിംഹാസനത്തോട് ഇരുത്തിയിട്ട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നത്? എന്താ ആവശ്യം? ആവശ്യങ്ങൾ ഓരോന്ന് പറയാൻ തുടങ്ങി. സ്വന്തം ആവശ്യം പറഞ്ഞില്ല, ഒരാവശ്യവും പറഞ്ഞില്ല. മഹാനവറുകൾ പ്രധാനമായും പറഞ്ഞത്, രണ്ട് ഹറമുകളോട് തൊട്ടുരുമി ജീവിക്കുന്ന സമൂഹത്തെ നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം. അവർക്ക് ആവശ്യമായ ധാന്യങ്ങളും ഭക്ഷണ സാധനങ്ങളൊക്കെ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക. ഹിജാസിൽ വിഷമം അനുഭവിക്കുന്ന ആളുകളുടെ കാര്യം നിങ്ങൾ നോക്കണം. അപ്പോൾ ഭരണാധികാരിയെ കൊണ്ട് ഓർഡർ പുറപ്പെടുവിക്കുകയാണ്. മൂന്നാമതായി പറഞ്ഞ ആവശ്യം എന്താണെന്നറിയോ സഹോദര? ഈ രാജ്യത്ത് ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങളായ ആളുകളുണ്ട്, അവർ ഇവിടെ നികുതി കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് താങ്ങാത്ത കാര്യങ്ങൾ അവരോട് നിങ്ങൾ നിർബന്ധിപ്പിക്കരുത്. അത് നിങ്ങളുടെ ഗവർണർമാർക്കും കലക്ടർമാർക്കും ഒക്കെ ഓർഡർ ഇടണമെന്ന് പറഞ്ഞ് തിരിച്ചു പോരുമ്പോ ധാരാളം സ്വർണ്ണ നാണയങ്ങളുള്ള നിധി കൊടുത്തപ്പോ മഹാനവറുകൾ പറഞ്ഞു, വേണ്ട, ഞാൻ അതിന് വന്നതല്ല. ഒരു പ്രതിഫലവും സ്വീകരിക്കാതെ ആ സംഭവത്തിന് സാക്ഷിയായ ഖുറാസാനിൽ നിന്നുള്ള മഹാപണ്ഡിതൻ പറയുന്നുണ്ട്, ആ കൊട്ടാരത്തിൽ ഇരുന്നപ്പോൾ ഒരു ചുവെള്ളം പോലും കുടിക്കാൻ കൂട്ടാക്കിയില്ല. ജനങ്ങളുടെ കാര്യം, ന്യൂനപക്ഷങ്ങൾ വിഷമം അനുഭവിച്ചപ്പോ ഇസ്ലാമിക ഭരണാധികാരികളുടെ മുന്നിൽ ചെന്ന് ഉണർത്തിയ പാരമ്പര്യം ഇസ്ലാമിനുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ന്യൂസിലാൻഡിന്റെ ദുഃഖവെള്ളിയാഴ്ച ലോകത്തിന് മാതൃകയാണ്. ജസിന്ത ആർഡേൻ എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനമന്ത്രി ലോക ഭരണാധികാരികൾക്ക് വലിയ മാതൃകയാണ്. ഈ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെയും മതത്തെയും ഫാസിസത്തെയും നാസിസത്തെയും ലോകത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ഏറ്റവും നല്ല മാർഗമാണ് സ്വീകരിച്ചത്. പീഡിതരായ ജനതയിൽ നിന്ന് ഒരു തീവ്രവാദി ഉണ്ടാവരുത്, അതിനുള്ള നീക്കങ്ങളാണ് ഭരണാധികാരി നടത്തുന്നത്. പലപ്പോഴും നിരപരാധികൾ പോലും തീവ്രവാദങ്ങളിലേക്ക് പോകുന്നത്, തീവ്രവാദികളായി ചിലവർ മാറേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ചിലയിടത്തെങ്കിലും നല്ല മനുഷ്യന്മാര് പോലും തീവ്രവാദികളായി മാറുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് യഥാർത്ഥ അക്രമികളെ ഒതുക്കുന്നിടത്തും നിയന്ത്രിക്കുന്നിടത്തും
ഇരകളായ ജനങ്ങളെ സംരക്ഷിക്കുന്നിടത്തും അവർക്കാവശ്യമായ സൗകര്യങ്ങളും സമാധാനവും നിർഭയത്വത്തോടെ ജീവിക്കാൻ ആവശ്യമാകുന്ന പ്രതീക്ഷ നൽകുന്നിടത്തുമാണ് ഭരണാധികാരികൾ പരാജയപ്പെടുമ്പോഴാണ് വീണ്ടും വീണ്ടും പുതിയ ആക്രമണകാരികൾ ലോകത്തുണ്ടാവുന്നത്. ഇതിന് ഒക്കെ ശമനമാകുന്ന ഒരു മാതൃക സൃഷ്ടിച്ച ന്യൂസിലാൻഡിലെ ഭരണാധികാരികൾക്ക് എല്ലാവിധ പ്രതാപവും പടച്ചതമ്പുരാൻ നൽകട്ടെ. ആ ഇരകളായ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് അല്ലാഹു ക്ഷമയും സമാധാനവും നൽകട്ടെ. മലയാളിയായ ഒരു യുവതിയും അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, കൊടുങ്ങല്ലൂർക്കാരി. അതിനു പുറമെ ആ കൊലയാളിയെ പിടിച്ചു കെട്ടാൻ ശ്രമിച്ച ഒരു നഈം റാഷിദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. മുംബൈക്കാരനായ ഇന്ത്യക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ ആ കൊലയാളിയുടെ പിന്നാലെ പിടിച്ച് കെട്ടാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഈ ദുരന്തത്തിന്റെ വലുപ്പം പിന്നെയും വർദ്ധിക്കുമായിരുന്നു. ഇവരെ എല്ലാവരെയും ആ പാർലമെന്റിൽ സ്മരിക്കുകയുണ്ടായി. ഗുജറാത്തിലെ ഒരു ഖുർആൻ ഹാഫിളായ ഒരു ഇമാം ആ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ഇന്നലെ മറവ് ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവർക്കൊക്കെ അല്ലാഹു തആല ക്ഷമ നൽകട്ടെ, ആഖിറം സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ, രക്തസാക്ഷികളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ആഖിറ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.